ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് +2 കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകണമെന്നെല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ സോൺ ബേസ് ആയിട്ടുള്ള അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സോൺ വൈസ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വരിക. ഓക്കെ, അതിൻ്റെ റാലി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ കാണാം, കേരള കാണാം, ഓക്കെ, പിന്നെ ലക്ഷദ്വീപ് കാണാം, ഓക്കെ, പിന്നെ കർണാടക. അപ്പോൾ ഈ പറയുന്ന മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രകാരം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും അവർക്ക് റിക്രൂട്ട്മെൻറ്റ് റാലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റും കൂടെ കാണാൻ പറ്റും. മെയിൽ കാൻഡിഡേറ്റ്സിനാണ്, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സോൾജർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് നമുക്കിതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ഘട്ടമാണ്. ഫേസ് 1ഉം ഫേസ് 2ഉം. ഫേസ് 1 ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഒരു കോമൺ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ആ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് റാലി നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റാലി കാര്യങ്ങളൊക്കെ അതത് ഇതുമായി ബന്ധപ്പെട്ട സോണുമായി ബന്ധപ്പെട്ടായിരിക്കും അതിൻ്റെ റാലി കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു കോമൺ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിന് എക്സാമിനേഷൻ ഫീ ഉണ്ട്. 250 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഫീ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് വെറുതെ അങ്ങ് അപ്ലോഡ് ചെയ്താൽ പോരാ, നമ്മുടെ ഫേസ് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം കേട്ടോ. കാരണം അത് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇൻ കേസ് നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലി സമയത്തൊക്കെ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളാണെന്ന് ആ ഫോട്ടോ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന കോമൺ എക്സാമിനേഷനിൽ നമ്മളെ എന്ത് ചെയ്യില്ല, നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല, നമ്മളെ പെർമിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവസരം നഷ്ടപ്പെടുന്നത് ക്ലിയർ ആയിട്ടുള്ള നല്ല വ്യക്തമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കരുത്, അതാണ് പറയുന്നത്. ഫ്രഷ് ആയിട്ട് ഫോട്ടോ എടുത്ത് കറക്റ്റാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഓൺലൈൻ എക്സാമിനേഷനൊക്കെ പോകുന്ന സമയത്ത് എക്സാം സെൻറ്ററിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട്, അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് കളർ കോപ്പിയാണ് എടുക്കേണ്ടത് കേട്ടോ. ഫോട്ടോ കോപ്പി എടുക്കുന്ന സമയത്ത്, അത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അത് കളർ കോപ്പി എടുക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ വേണം ഓൺലൈനായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സമയത്ത്. അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്താണ് +2 ആണ് വേണ്ടത്. അപ്പോൾ +2 നമുക്ക് സയൻസ് പഠിച്ചിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്, ഈ പറയുന്ന 4 സബ്ജക്റ്റ് നമ്മൾ +2 ലെവൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അവസാന വർഷം ഇപ്പോൾ +2 എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് 50% എന്താണ് മാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഈ 4 സബ്ജക്റ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50% മാർക്ക് വേണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് 50% മാർക്ക് വേണം. ഓരോ സബ്ജക്റ്റിലും നമുക്ക് എന്ത് വേണം, 40% മിനിമം മാർക്ക് വേണം. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് തന്നെ, അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, ബോട്ടണി, സുവോളജി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് 50% മാർക്കും എല്ലാം കൂടെ കൂട്ടിയാൽ വേണം. എന്നാൽ ഓരോ പേപ്പറിലും 40% മാർക്കും വേണം. ഓക്കെ, ഏജ് ലിമിറ്റ് വരുന്നത് 17 മുതൽ 23 വയസ്സാണ് ഏജ്. നിങ്ങൾക്ക് ഈ ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 17 മുതൽ മാക്സിമം 23 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉദ്യോഗാർത്ഥി ജനിച്ചിരിക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് ജനിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫൈനൽ ഇയർ, അതായത് +2 നിങ്ങൾ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 165 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. ചെസ്റ്റ് ആണെങ്കിൽ നോർമൽ 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ആണ്, വെയിറ്റ് ഇപ്പോൾ 165 സെൻറ്റിമീറ്റർ ആണല്ലോ ഇതിലേക്ക് വേണ്ട. അപ്പോൾ 165 സെൻറ്റിമീറ്റർ എന്താണ് ഹൈറ്റ് ഉള്ള ഉദ്യോഗാർത്ഥിക്ക് മിനിമം 49 എന്താണ് kg വെയിറ്റ് വേണം. ഇനി മാക്സിമം വെയിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. 18-20 ഏജിൻ്റെ ഉള്ളിലാണെങ്കിൽ അവർക്ക് 59 മുകളിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ 20 അതിൻ്റെ മുകളിലേക്ക് ഏജുള്ളവർക്ക് 62 മുകളിലേക്കും പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എന്താണ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ. അത് ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ്മാൻ, അതുപോലെ ഈ പറയുന്ന നാഷണൽ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കോളേജ് വൈസ് ഒക്കെ ഉള്ള ലെവലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഹൈറ്റിൽ 2 സെൻറ്റിമീറ്റർ കുറവുണ്ടാവും, ചെസ്റ്റിൽ 3 സെൻറ്റിമീറ്റർ, വെയിറ്റിൽ 5 സെൻറ്റിമീറ്റർ, ഇങ്ങനെ റിലാക്സേഷൻ കൊടുക്കും കേട്ടോ. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ബോണസ് മാർക്കൊക്കെ ആയിട്ട് കിട്ടും. ഈ പറയുന്ന എക്സ് സർവീസ്മാനെ ബന്ധപ്പെട്ടു, അതുപോലെ സ്പോർട്സ്മാൻ അങ്ങനെയുള്ള കാറ്റഗറി, അതുപോലെ NCC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിശ്ചിതമായുള്ള മാർക്കുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്.
ഇതിനടുത്ത് ഇതിൻ്റെ സീക്വൻസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. പോകുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇൻസ്റ്റയിൽ ചോദിച്ചാൽ മതി. കാരണം നമ്മൾ വീഡിയോ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പം ഇതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി പോലെ നമ്മൾ ഓരോ റിക്രൂട്ട്മെൻറ്റിനും നമ്മൾ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഓരോന്നിൻ്റെയും. പിന്നെ ഫേസ് 2 ആണ്. ഫേസ് 2 നമുക്ക് ഈ പറയുന്ന അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ആ സമയത്ത് വേണമെന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലി നമുക്ക് വരുന്ന സമയത്ത് ഈ ഫേസ് 2 റിക്രൂട്ട്മെൻറ്റ് റാലിയാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്രൈറ്റീരിയ 1.6 കിലോമീറ്റർ റണ്ണാണ്. അതുപോലെ തന്നെ നമുക്ക് പുള്ളപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ 9 ഫീറ്റ് ഡിച്ച് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ സിഗ്സാഗ് ബാലൻസ്. ഇതൊക്കെ ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചറാണ് ഈ 3 എണ്ണം. ഇത് നമുക്ക് എന്താണ് ഈ പറയുന്ന 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓടി എത്തണം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ആ സമയത്ത് റാലി സൈറ്റിൽ തന്നെ ആയിരിക്കും അത് മെഷർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്. അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡും അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവുന്നതാണ് അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇത്രയും ആണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നിങ്ങൾ സമയത്തൊക്കെ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് സമയത്ത് പോകുന്ന ഫോർമാറ്റുകളൊക്കെ സർട്ടിഫിക്കറ്റിലെ ഫോർമാറ്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം, ജസ്റ്റ് കാണിക്കാം. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ തരാം. നമ്മുടെ ഹോം പേജിൻ്റെ ലിങ്ക് ആയിരിക്കും തരാം കേട്ടോ. അപ്ലൈ ആവുന്ന ലിങ്ക് തരാം. ഈ പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇതിൽ താഴത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം JCO OR അഗ്നിവീർ എൻറോൾമെൻറ്റ് എന്നിട്ട് ഇവിടെ കാണാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, JCO OR അല്ലെങ്കിൽ അഗ്നിവീർ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അപ്ലൈ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ളൊരു ബട്ടൻ്റെ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജിലേക്കായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ വെക്കാം. പിന്നെ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ രജിസ്ട്രേഷൻ കാണാൻ പറ്റും. അപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഒരു ഇമ്പോർട്ടൻസ് ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ ഒന്ന് വായിക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ടാണോ ഇനി അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാന്നിട്ട് നമ്മൾ ഡിജി ലോക്കറിൽ നിന്ന് ഫെച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൺഫേം ടു ഫെച്ച് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോർഡ് ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കേരള ബോർഡ് SSLC വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആധാർ വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ ചെയ്യാം കേട്ടോ. കേരള SSLC വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആധാർ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കാണാതെ സെലക്ട് ചെയ്യുക. രജിസ്റ്റർ നമ്പർ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ എന്ത് ചെയ്യും, ഫെച്ച് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ചാനൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ വീഡിയോസ് ഒന്നും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരണമെങ്കിൽ, നമ്മൾ ഡോക്യുമെൻ്ററി പോലെ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. കുറച്ച് കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല, കാരണം നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ തയ്യാറാണെങ്കിൽ മാത്രം ഇതിലേക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് മാക്സിമം കൂടുതലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.